നമസ്കാരം. ഒടുവിൽ ഗസയെ പൂർണ്ണമായും സൈനിക നടപടിക്ക് കീഴിൽ വരുതിയിൽ കൊണ്ടുവരാൻ തന്നെയാണ് നെതന്യാഹുവിന്റെ തീരുമാനം. അതുകൊണ്ട് പട്ടിണിയും യുദ്ധവും കൊണ്ട് മരിക്കുന്ന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്കുൾപ്പെടെ ഈ കൊടിയ ദുരിതത്തിൽ നിന്ന് മോചനമുണ്ടാകുമോ എന്ന കാര്യത്തിൽ പോലും ഉറപ്പില്ല. പൂർണ്ണമായും അധികാരം പിടിച്ചെടുത്തുകൊണ്ട് ബാക്കിയുള്ള ജീവനുകൾ കൂടി പുഴുക്കളെ പോലെ ചവിട്ടിയരയ്ക്കാനുള്ള നീക്കമാണോ നെതന്യാഹുവിന്റെ ലക്ഷ്യമെന്നും കാത്തിരുന്നു തന്നെ കാണേണ്ട കാര്യമാണ്. ഗാസയിൽ ഇസ്രായേൽ സൈനിക നടപടികൾ വർദ്ധിപ്പിക്കുമെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പുതിയ പ്രഖ്യാപനം. എന്നാൽ ഗാസയെ ഇസ്രായേലുമായി കൂട്ടിച്ചേർക്കാൻ തങ്ങൾക്ക് പദ്ധതിയില്ല എന്നും അതേസമയം നെതന്യാഹു പറയുന്നുണ്ട്. ഗാസയ്ക്കുള്ളിൽ തന്നെ പുതിയൊരു പ്രതിരോധ വലയം സ്ഥാപിക്കാനാണ് ലക്ഷ്യം വെക്കുന്നതെന്നും ദേശീയ മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചു. ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കി ബന്ദികളെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത്. വലിയ തരത്തിലുള്ള സൈനിക നടപടി ഇതിന്റെ ഭാഗമായി ഉണ്ടാകും. എന്നാൽ പ്രദേശത്തെ പൂർണ്ണമായും പിടിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നത് തന്നെയാണ് നെതന്യാഹുവിന്റെ തീരുമാനം. ഗസയെ ഒരു ഇടക്കാല ഭരണകൂടത്തിന് കൈമാറുമെന്നും ഭാവിയിലെ നുഴഞ്ഞുകയറ്റങ്ങൾ തടയാൻ ഗസയിൽ ഒരു സുരക്ഷാ വലയം സ്ഥാപിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു. ഹമാസ് നിരപരാധികം ആയുധം വെച്ച് കീഴടങ്ങുകയും ബന്ദികളെ മോചിപ്പിക്കുകയും ചെയ്താൽ നാളെ തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ഇതിനായി നിരവധി ഉപാധികൾ ഹമാസ് ഇസ്രയേലിന് മുന്നിൽ എന്നാൽ വെച്ചിട്ടുണ്ട്. ഇസ്രായേൽ സേനയെ ഗസയിൽ നിന്ന് പൂർണ്ണമായി പിൻവലിക്കുക, ആയിരക്കണക്കിന് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുക, ഇസ്രായേൽ ശത്രുത പുനരാരംഭിക്കില്ല എന്ന് ഉറപ്പു നൽകുക എന്നിവയാണ് ഹമാസിന്റെ ആവശ്യങ്ങൾ. ഒക്ടോബർ 7 ഹമാസിന്റെ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ ആരംഭിച്ച പ്രത്യാക്രമണത്തിൽ ഗസയിൽ ഇതുവരെ 61,158 പേരാണ് കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ ഹമാസിനെ ദുർബലപ്പെടുത്താൻ സാധിച്ചെന്നാണ് ഇസ്രായേൽ അവകാശവാദം. എന്നാൽ ഹമാസും ഇസ്രായേലിന് തിരിച്ചടി നൽകുന്നുണ്ട്. മാസങ്ങളായി ഗസ വെടിനിർത്തലിനുള്ള മധ്യസ്ഥതാ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈജിപ്ത്, ഖത്തർ, US എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചർച്ചകൾക്കും നേതൃത്വം നൽകിയിരുന്നുവെങ്കിലും ശാശ്വതമായ വെടിനിർത്തൽ യാഥാർത്ഥ്യമായിട്ടില്ല. ട്രംപ് ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ജനുവരിയിൽ ചർച്ച നടക്കുകയും ഇസ്രായേലും ഹമാസും വെടിനിർത്തലിന് തയ്യാറാവുകയും ചെയ്തിരുന്നു. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇസ്രായേലിലെ 25 ബന്ദികളെ ജീവനോടെ മോചിപ്പിക്കുകയും 8 പേരുടെ മൃതദേഹങ്ങൾ തിരികെ നൽകുകയും ചെയ്തിരുന്നു. കൂടാതെ ഗസയ്ക്കുള്ള മാനുഷിക സഹായവും വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ കരാർ ലംഘിച്ച് ഇസ്രായേൽ വീണ്ടും ഗാസയിൽ വെടിവയ്പ് പുനരാരംഭിച്ചു. പിന്നീട് യാതൊരു ചർച്ചകളും ഇതേവരെ ഉണ്ടായിട്ടില്ല. ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാര യുദ്ധം പരിഹരിക്കാൻ നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും വിചാരിച്ചാൽ സാധിക്കുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്തു. ഇരുവരും തമ്മിൽ അടുത്ത സൗഹൃദമുണ്ട് എന്നും ഇത് പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. പ്രസിഡന്റ് ട്രംപും പ്രധാനമന്ത്രി മോദിയും വളരെ അടുത്ത സുഹൃത്തുക്കളാണ് എന്ന് പറഞ്ഞ നെതന്യാഹു അവർക്ക് പൊതുവായ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു വഴി കണ്ടെത്താൻ കഴിയുമെന്നും പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച ഇസ്രായേൽ ഉപകരണങ്ങൾ നന്നായി പ്രവർത്തിച്ചു എന്നും അവ ഇസ്രായേൽ യുദ്ധകളത്തിൽ പരീക്ഷിച്ച് വിജയിച്ചവയായിരുന്നു എന്നും ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ഇസ്രായേൽ യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചതിനെ കുറിച്ചും നെതന്യാഹു പ്രതികരിച്ചു. രാജ്യങ്ങൾ തമ്മിൽ അനിയന്ത്രിതമായി യുദ്ധം നടത്തുമ്പോൾ ഇരയാക്കപ്പെടുന്നത് നിരാലംബരായി പോകുന്ന പാവപ്പെട്ട കുട്ടികൾ ഉൾപ്പെടെയുള്ള മനുഷ്യരാണ്. ഭക്ഷണവും കുടിവെള്ളവും പോലും ഇല്ലാതെ ഏതു നിമിഷവും തലയ്ക്ക് മുകളിൽ പതിച്ചേക്കാവുന്ന മിസൈലിന്റെ ഭയവും പേറി കൂടെയുള്ളവർ മരിച്ചു വീഴുന്നതും കുഞ്ഞുമക്കൾ വിശന്നു നിലവിളിക്കുന്നതും കണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുന്ന മനുഷ്യരിലേക്ക് ഇനിയെങ്കിലും മനുഷ്യത്വം വിതയ്ക്കാൻ യുദ്ധക്കൊതിയുമായി വിരളി പിടിച്ചു നടക്കുന്ന ഭരണകൂടങ്ങൾ തീരുമാനിച്ചെങ്കിൽ നല്ലത് എന്നും മാത്രം പ്രത്യാശിക്കാം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച